ചാളേനെ ഇട്ടിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. നല്ല ഫ്രഷാണ് കണ്ടിട്ട്. ഞാൻ ഒട്ടും എക്സ്പേർട്ടല്ല മീൻ മുറിക്കാൻ. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞാൻ മീൻ കഴിക്കില്ല. അപ്പോൾ എനിക്ക് അതിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യണതാണ്. ഇപ്പം പനിമീൻ ചാളയാണ് കേട്ടോ കൂടുതൽ കിട്ടണത്. പല സ്ഥലത്തും ഈ പനിമീനെ പല പേരാണ്. മീൻ മുട്ട എന്നും ചിലയിടത്ത് പലിഞ്ഞീന്നും അങ്ങനെ പല പേരും പറയണ കേൾക്കാം. മീൻ വെച്ചുള്ള എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും എൻ്റെ മെയിൻ ടാസ്ക് ഈ മീൻ മുറിക്കലാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ മീനും കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്മി കഴുകുക. ചാളയാകുമ്പോൾ പ്രത്യേകിച്ചും സ്മെല്ല് കൂടുതലായിരിക്കും. 3-4 തവണയൊക്കെ നന്നായി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും എരിയൊക്കെ ഒന്ന് പിടിക്കാനാണ്. മാരിനേഷന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇത്തിരി അധികം ഇടുന്നതാണ് നല്ലത്. ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കുക. അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. നമ്മളെപ്പോഴാണോ അച്ചാർ ഉണ്ടാക്കണം അപ്പോൾ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ 1/4 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കടുക്, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 12 വെള്ളുള്ളിയും 7 പച്ചമുളകും കൂടി ചതച്ച് വെച്ചേക്കണതാണ്. എന്നിട്ട് അരയണ്ട, ഒന്ന് ചതഞ്ഞിട്ടിയാൽ മതി. അച്ചാറിൻ്റെ ഗ്രേവി നല്ല വെള്ളം പോലെ ആവാതെ കുറച്ച് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതച്ച് ചേർക്കുന്നത്. ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെള്ളുള്ളി 1 ടേബിൾ സ്പൂൺ. വലിപ്പമുള്ളത് മാത്രം 2 പീസായിട്ട് മുറിച്ചിട്ടുള്ളൂ. ചെറുതായിട്ട് അരിയൊന്നും വേണ്ട. 7 പച്ചമുളക്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കറിവേപ്പില നിറയെ എടുത്തുണ്ട്. എത്ര കറിവേപ്പില ചേർക്കണോ അത്രയും ടേസ്റ്റ് കൂടും. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 1 ഏലക്കായ, 1 ഗ്രാമ്പൂ, 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. കായത്തിൻ്റെ പൊടി എടുത്തുണ്ട് 1/2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ട ഉപ്പാണ്. ഉപ്പ് എപ്പോഴും അച്ചാറിനകത്ത് കുറച്ച് കൂടുതലായിരിക്കണം. 1 കപ്പ് വിനാഗിരി. കുറച്ച് ഗ്രേവിയുള്ള ടൈപ്പ് അച്ചാറായതുകൊണ്ടാണ് വിനാഗിരി 1 കപ്പ്. നല്ലെണ്ണ എടുത്തിട്ടുണ്ട് 1 കപ്പ്. മീൻ പൊരിക്കാനൊക്കെ ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്, കാരണമാണ് 1 കപ്പ്.
1 കപ്പ് തിളപ്പിച്ച വെള്ളം. മൺചട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് കളറ് മാറി വന്നാൽ മതി, ഒരുപാട് അങ്ങ് മൂത്ത് പോണ്ട. ഇഞ്ചി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിനകത്തേക്ക് വെള്ളുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളുള്ളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലൊരു സ്മെല്ലാണ്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കറിവേപ്പിലയിലൊന്നും വെള്ളത്തിൻ്റെ ഒട്ടും അംശം ഉണ്ടാവരുത്, നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ എണ്ണയിൽ തന്നെയാണ് മീൻ പൊരിക്കാൻ വെക്കണത്. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മീൻ മാത്രം വേറെ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ പൊരിച്ചിട്ട് പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ചാലും മതി. മീൻ ഒരുപാട് ഡ്രൈ ആയി പോകാനും പാടില്ല, എന്നാൽ കുക്കാവുകയും വേണം. ആ സ്റ്റേജിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം എല്ലാം ആയി വന്നിട്ടുണ്ട്. കോരി നമ്മൾ ഇഞ്ചിയും വെള്ളുള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള അതേ പാത്രത്തേക്ക് തന്നെ എടുക്കാം. ബാക്കിയുള്ള മീനും കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലൊന്നും അല്ല മീൻ പൊരിക്കണമെന്നുണ്ടെങ്കിൽ ചിലർ ചട്ടിയിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ തന്നെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ നമ്മളിട്ട ഉടനെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്, കോരിയെടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടണം, അല്ലെങ്കിൽ അച്ചാറിന് കയ്പ്പുണ്ടാവും. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടട്ടെ. ഏലക്കയും ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ചതച്ച് വെച്ചേക്കണ കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെള്ളുള്ളിയുടെയും ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഒന്നുകിൽ അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോൾ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എപ്പോഴും ആദ്യം ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിക്ക് ഒരു ഇത്തിരി പച്ചച്ചുവ ഉണ്ടായിരിക്കും. അതൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു. പൊടികളെല്ലാം കൂടിയിട്ട് കുറച്ച് വിനാഗിരിയിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയണത് ഒഴിവാക്കാൻ പറ്റും. ഉലുവയുടെയും കായത്തിൻ്റെയും പൊടി ചേർക്കാം. വിനാഗിരി ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ചൂട് വേണമെന്നൊന്നുമില്ല തിളപ്പിച്ച വെള്ളത്തിന്, ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം തിളച്ചൊന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനും ഇഞ്ചിയും വെള്ളുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഇളക്കരുത്, മീനിൻ്റെ മുള്ളൊക്കെ പുറത്തേക്ക് വരും. ഇതാ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് 2-3 ദിവസം ഇരിക്കണം, എന്നാലും അതിനകത്തേക്ക് ആ എരിയും പുളിയും ഉപ്പൊക്കെ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്താലേ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് വരുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.